മാനനഷ്ട കേസിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉത്തർപ്രദേശ് കോടതിയിൽ ഹാജരായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടത്തിയ കൊലയാളി പരാമർശത്തിലാണ് മാനനഷ്ട കേസ്. നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഉത്തർപ്രദേശ് കോടതിയിൽ രാഹുൽ ഹാജരായി കഴിഞ്ഞു. കോടതിയുടെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഇനി? സുരേഷ്, ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഹാജരായിരിക്കുന്നത്. അത് 2018 കർണാടകയിൽ രാഹുൽ നടത്തിയ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടാണ്. രാഹുൽ അന്ന് 2018 തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്കിടെയാണ് അമിത്ഷായെ കൊലയാളി എന്നുള്ള ചില പരാമർശങ്ങൾ നടത്തിയത്. ഇതിനെതിരെ BJP നേതാവ് വിജയ് മിശ്ര നൽകിയ സ്വകാര്യ ഹർജിയിലാണ്, ഡിഫമേഷൻ കേസിലാണ് സുൽത്താൻപൂർ കോടതിയിൽ ഇപ്പോൾ രാഹുൽ ഹാജരായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിചാരണ കോടതിയിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഈ കോടതിയിൽ നിന്ന് തന്നെ രാഹുലിന് ജാമ്യം ലഭിച്ചിരുന്നു. മാത്രമല്ല, ഇതിന്റെ വിചാരണ നടപടികളുടെ ഭാഗമായി ഇന്നിപ്പോൾ ഹാജരായപ്പോൾ രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട ചില മൊഴികൾ നൽകി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതേ സമാനമായ പരാതികൾ രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അത്തരം ചില കേസുകൾ ഇപ്പോഴും പല കോടതികളിലായി നടക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ കോടതിയിൽ രാഹുൽ ഹാജരായിരിക്കുന്നത്. അതേസമയം ഇതൊക്കെ രാഷ്ട്രീയ നാടകങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്. ഇത്തരം സമാനമായ കേസുകൾ എത്ര വന്നാലും ഭയപ്പെടില്ല എന്ന് പ്രിയങ്കയും പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ രാഹുൽ ഇതിന്റെ നടപടികൾ അവസാനിപ്പിച്ച് കോടതിയിൽ നിന്നും മടങ്ങിയിരിക്കുന്നു. ശരി, നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.